അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം നോക്കിക്കൊള്ളുമായിരുന്നു. നാളെ ദേവന് എന്തെങ്കിലും സംഭവിച്ചാ നിന്റെ അമ്മ എന്ത് ചെയ്യും? എന്റെ കുടുംബാണിത്. ദേവു എന്റെ അനിയത്തി. അവള് കണ്ടെത്തിയത് നല്ലൊരുത്തിനായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. അവൻ വെറും ഒരു ഫ്രോഡാ. അവൻ നമ്മുടെ ദേവുവിനെ കെട്ടിയ അവളുടെ ഭാവി എന്താവും? അവളുടെ ജീവിതം അതോടെ അവസാനിക്കില്ലേ? ദേവുവിന്റെ കല്യാണം എന്ന് പറയുമ്പോ അത് നമ്മുടെ സ്വപ്നമല്ലേ രേവതി? അവക്ക് പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നല്ലൊരു ചെക്കനെ ഞാൻ കണ്ടെത്തും. ആഘോഷമായിട്ട് ഈ ഏട്ടൻ അവളുടെ കല്യാണം നടത്തില്ലേ? നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? നീ പേടിക്കൊന്നും വേണ്ട. എന്നെ പോലെ ഒരുത്തനെ ആയിരിക്കില്ല അവൾക്ക് കണ്ടെത്ത. നല്ല വിദ്യാഭ്യാസവും ജോലിയൊക്കെ ഉള്ള അവൾക്ക് ചേർന്ന പയ്യനെ തന്നെ ഞാൻ കണ്ടെത്തും. അതിന് സച്ചേട്ടന് എന്താ ഒരു കുറവ്? സച്ചേട്ടനെ കല്യാണം കഴിച്ചിട്ട് ഞാൻ സന്തോഷത്തോടെ കഴിയുന്നില്ലേ? സച്ചേട്ടാ, അവൾക്ക് ഇഷ്ടമുള്ള ആളെ അവൾ നമുക്ക് കാണിച്ചു തന്നു. നമുക്കിഷ്ടമുള്ള ആളെ അല്ല, അവൾക്ക് ഇഷ്ടമുള്ള ആളെയല്ലേ അവൾ കല്യാണം കഴിക്കേണ്ടേ? മനസ്സിന് ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിച്ചാലേ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റൂ. അതിന് നീ എന്നെ ഇഷ്ടപ്പെട്ടാണോ കല്യാണം കഴിച്ചേ? എന്റെ സച്ചേട്ടാ, അത് വേറെ ഇത് വേറെ. ഞാൻ ആരെയും മനസ്സിൽ കണ്ടിട്ടില്ല, പ്രണയിച്ചിട്ടുമില്ല. പക്ഷെ അവൾ ഒരാളെ മനസ്സിൽ കണ്ടിട്ടുണ്ട്, പ്രണയിക്കുന്നുണ്ട്. എന്ന് വെച്ച് ആ ഫ്രോഡിന് അവളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റുമോ? അവക്കൊരു അബദ്ധം പറ്റിയതാ. അത് അവളെ പറഞ്ഞ് മനസ്സിലാക്കി വേറെ കല്യാണത്തിന് സമ്മതിപ്പിക്കുക വേണ്ടേ? അരുൺ എങ്ങനെയുള്ള ഒരുത്തനാണെന്ന് നിനക്കറിയാലോ. വല്ലാത്തൊരു മനസ്സാവൻ്റെത്. മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവൻ. എന്നെ ദ്രോഹിച്ച് നീ കണ്ടല്ലേ? നാളെ കല്യാണം കഴിഞ്ഞാൽ അവനെ അവളെ ദ്രോഹിക്കില്ലേ? സന്തോഷത്തോടെ അവൾക്ക് അവന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല രേവതി. അവൾക്ക് കരയേണ്ടി വരും. അതുകൊണ്ട് ഈ ബന്ധം വേണ്ടെന്ന് ഞാൻ പറയുന്നേ. എന്റെ സച്ചേട്ടാ, അവക്ക് അവനെ ഇഷ്ടാണ്. കല്യാണം കഴിച്ച് ഒന്നിച്ച് ജീവിക്കണമെന്ന് ആ പാവം ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ എന്തിനാ അത് തടസ്സം നിൽക്കുന്നേ? അല്ലെങ്കിലും സച്ചേട്ടനല്ലല്ലോ, അവളല്ലേ അവന്റെ കൂടെ ജീവിക്കുന്നേ. അവള് സന്തോഷത്തോടെ ജീവിക്കണ്ടേ രേവതി? അവന്റെ കൂടെ ഇതിന് പറ്റില്ല. ദേവ് പറയുന്നത് അദ്ദേഹം നല്ലവനാണെന്നോ? നല്ലവൻ? എന്ത് നല്ലവൻ? അവൻ എന്നോട് കാണിച്ചോക്കെ നിനക്ക് അറിയാവുന്നല്ലേ? അതൊക്കെ നീ മറന്നോ? നല്ലവനാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യോ? അതിന് അവൻ മാത്രല്ലല്ലോ, സച്ചേട്ടനും ചെയ്തിട്ടില്ലേ? അവന്റെ ഭാഗത്ത് മാത്രല്ല, സച്ചേന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്ന്? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ എന്റെ കൂടെ നിൽക്കാതെ നീ എന്തിനാ അവനെ സപ്പോർട്ട് ചെയ്യുന്നേ? രേവതി, നമ്മുടെ ദേവുവിന് നല്ലൊരു ജീവിതം വേണം. അതുകൊണ്ടാണ് ഈ ബന്ധം വേണമെന്ന് ഞാൻ പറയുന്നേ. നീ ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. അരുണുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാൻ നീ ദേവുവിനോട് പറ. അവരുടെ കല്യാണം നടക്കില്ല. ഞാൻ സമ്മതിക്കില്ല അതിന്. ഇനി എന്റെ വാക്ക് ധിക്കരിച്ച് കല്യാണം നടത്തിയ ആ കല്യാണത്തിൽ ഞാൻ ഉണ്ടാവില്ല, നീയും പോവില്ല. സച്ചേട്ടാ, എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ? നമുക്ക് എല്ലാവർക്കും കൂടി സംസാരിച്ച് ആലോചിച്ചൊരു തീരുമാനത്തിലെത്തിയ പോരെ? ആലോചിക്കാൻ ഒന്നുമില്ല. എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിന്റെ വീട്ടുകാർ വേറെ തീരുമാനം എങ്ങനെ എടുത്താ അവൻ ആ കുടുംബത്തേക്ക് വന്നാ പിന്നെ ഞാൻ ആ വീടിന്റെ പടിയോട്ടില്ല. നിന്റെ കുടുംബമായിട്ടുള്ള എല്ലാ ബന്ധവും ഞാൻ എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കും.